ഹായ് ഹലോ ഇന്നൊരു എളുപ്പത്തിൽ മധുരം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ചവ്വരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചവ്വരി മുങ്ങത്തക്ക രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു 30 മിനിറ്റ് നേരം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ പൾസ് മോഡിൽ ഇട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കുഴച്ചെടുത്ത ചവ്വരിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കാം. 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചവ്വരി നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. അതിനായിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് മൂടി തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ പാലൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ പാത്രം എടുക്കാതിരിക്കും കേട്ടോ നമുക്ക് ഇളക്കാനൊക്കെ ആയിട്ട് സുഖം. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ അടച്ച് വയ്ക്കുക. എന്നിട്ട് വീണ്ടും തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ തന്നെ പാലൊക്കെ തിളച്ച് പൊന്തിയിട്ട് ചവ്വരിയൊക്കെ നമുക്ക് ഒന്നും കൂടി വലിപ്പമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചവ്വരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ചവ്വരിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. നല്ല പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാനായിട്ട്. അങ്ങനെ പാൽപ്പൊടിയൊക്കെ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഒരു 1/2 കപ്പ് പാലിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുക. ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നേരം നമുക്ക് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. വേഗം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് തണുക്കും തോറും ഒന്നുകൂടി കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ കട്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.